ഇന്ന് ഈ സന്ധ്യ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ കുടുംബമായി നിൽക്കുവാൻ ദൈവം എനിക്കും ഒരു നല്ല ഭാഗ്യം, നല്ലൊരു നന്മ എന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുറിവാക്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ഒന്നാം ശമൂവേൽ അതിന്റെ 9-ാം അധ്യായം 24-ാം വചനം മലയാളത്തിൽ ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. 24. ഒന്നാം ശമൂവേൽ അതിന്റെ 9-ാം അധ്യായം 24-ാം വചനം. നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ദൈവമേ, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ലൊരു അവസരത്തിനെ, നല്ലൊരു സമയത്തിനെ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ചിന്തിച്ചതിനപ്പുറം തിരിച്ചതിനുമപ്പുറം അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങൾക്ക് വേണ്ടുന്നെല്ലാം വഴി നൽകി തന്നു. ഇന്ന് ഈ വചനഭാഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഈ വചനഭാഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീരുമാനം അടിയും പ്രാർത്ഥിക്കുന്നു. അടിയനെയും യേശുയെയും കുടുംബത്തെയും ഇവിടെ കടന്നു ചെയ്യുന്ന ഓരോരുത്തരെയും ഈ വചനത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. പലപ്പോഴും ഇവിടെ ഒറ്റയ്ക്ക് നിന്ന പലരുടെയും ട്രാൻസ്ലേറ്ററായി ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ സന്ധ്യാസമയം എനിക്ക് വേണ്ടി ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനഭാഗത്തിൽ ചിന്തിക്കുന്ന മുമ്പായിട്ട് ആ വചനം എഴുതിയിരിക്കുന്ന കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭം ഏതാണെന്ന് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം. നമ്മളിത് വായിച്ചത് 1 ശമൂവേൽ അതിന്റെ 9-ാം അധ്യായം 24-ാം വചനമാണ്. ഞങ്ങൾ ഇന്നലെ ഡെൻസിയുടെ വീട്ടിലേക്ക് അവിടെ ആരാധന കൂടുവാനായിട്ട് കടന്നുപോയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞു, ഒരു 3 വർഷം മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ നഷ്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്റെ മാതാവ്, എന്റെ മൂത്ത ചേച്ചിയും ഇന്നിവിടെ ഉണ്ട്. ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം ഞാൻ ഹൈദരാബാദിൽ ആയിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി പല കാര്യങ്ങളും, എന്റെ ജീവിതത്തിന് വേണ്ടി പല വാതിലുകളും ഞാൻ തന്നെ തുറക്കാനിടയായി. ആ ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്, ഞാൻ തുറക്കുന്ന എല്ലാ വാതിലുകളും ദൈവം അടയ്ക്കുന്നതായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പല വാതിലുകളും എനിക്ക് വേണ്ടി തുറന്നു, പക്ഷേ ആ വാതിലുകളെല്ലാം ദൈവം എന്റെ മുമ്പാകെ അടച്ചു. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടുകാരനെ സഹായിക്കാൻ നിന്നത് കാരണം എന്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 3 ലക്ഷത്തിൽ പരം കടം വരുവാനിടയായി. അത് വീട്ടിൽ പറഞ്ഞാലും അതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എന്റെ പിതാവും ഇങ്ങനെ പലർക്കും വേണ്ടി നിന്നിട്ട് വട്ടപൂജ്യമായ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മമ്മി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന ഒരു ടെൻഷൻ, ഏറ്റവും വലിയൊരു
ഒരു വിഷയം ഇതാണ്. അവർക്കും അറിയാവുന്നതാണ്, ഒരു വ്യക്തി ആ വ്യക്തിയെ സഹായിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്കും എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. This matter my family knows, and they knows that how the person he helped, that person lost already lost many of the things. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ ബൈബിൾ കോളേജിൽ പഠനത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു 2 ലക്ഷം രൂപയോളം അടയ്ക്കേണ്ടതായിട്ടുണ്ട്, അത് എനിക്ക് തരാമെന്നാണ് ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞത്. He promised me that he will when he was studying the Bible college, so if there is some amount to be paid, he used to say that friend used to say that I will help to pay that amount. ഞാൻ മുന്നോട്ടുള്ള കാര്യത്തിൽ ചുരുക്കി പറയുന്നത്, ഞാൻ എന്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ 5 വർഷം വേസ്റ്റ് ആയി എന്ന് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. Even though I studied in Bible college for 5 years, I used to tell to my father that it is wasted that all the 5 years. കാരണം 2 ലക്ഷം രൂപ അടയ്ക്കണം, അപ്പച്ചന്റെ കയ്യിലോ ആ സാമ്പത്തികമില്ല. Because more than 2 lakh I have to pay in the Bible college, and that amount is not with my father. എനിക്ക് മുന്നോട്ട് എന്തെങ്കിലും പഠിക്കണം, ജോലി ചെയ്യണമെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ ആ ബൈബിൾ കോളേജിലാണ്. Even though I have to go for the further studies or any further job, I needed certificates. എന്തും ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. There is a desire to do something, but I was failed to do. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, പല കൂട്ടുകാരും യുഎസിലേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ പോയാൽ പഠനവും ജോലിയും ഒരുമിച്ച് നടത്താം, ചില കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനുള്ള സാമ്പത്തികം അവിടെ ഉണ്ടാകും. That time I realized that many of the friends used to go abroad, and they used to study along with the studies. They used to do the job and they will survive over there. അങ്ങനെയാണ് ഞാൻ കോൾ സെന്ററിൽ പിന്നെ ഈ ഫുഡ് കൊണ്ട് ഡെലിവറി ചെയ്യുന്ന ആളായിട്ട്, പിന്നെ പാർസൽ കൊടുക്കുന്ന ആളാണ്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന, കാരണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാനിടയായി. So by that time I used to engage in the like a food like a delivery boy, like and also engage in the call centers and all to get the certificate. So he want to be do something. എന്റെ ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു. ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 5 ലക്ഷം 4 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ബാക്കി എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് സർട്ടിഫിക്കറ്റിൽ പൈസ കാണിച്ച് നിനക്ക് യുഎസിലേക്ക് ഇങ്ങോട്ടെങ്കിലും കടന്നു പോയി ബാക്കി പഠനം ചെയ്യാം. Somebody told me that if you are paying like 4 to 5 lakhs, we will payment will get the certificate. You can go for the further study from there. അപ്പോൾ അതിന് ആദ്യമായിട്ട് പാസ്പോർട്ട് വേണം. So for that I need passport. പാസ്പോർട്ടിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ ചോദിച്ചു ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന്. So for applying the passport they asked for the birth certificate. അത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. So that was what that time it was not with me. പക്ഷേ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ അവിടെ എഴുതിയിരിക്കുന്ന നിയമങ്ങളെല്ലാം വായിച്ചു നോക്കുക, അതില്ലാത്തവർക്ക് വേറെ ഓപ്ഷൻസ് പലതുമുണ്ട്. During that time one of my friends suggested there are other, you just go through the rules and regulations, you see there will be other procedures for that. അങ്ങനെ എനിക്ക് പാസ്പോർട്ട് ലഭിച്ചു. So I got passport. ഞാൻ സീക്രട്ടായി രഹസ്യമായി പല കാര്യങ്ങളും, ഈ വെളിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പലതോടെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. So very secretly I used to search and I used to find the way for going abroad. പക്ഷേ ഒരു വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. But during that time one person came in my life. ആ വ്യക്തി എന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നു. And that person became a most important person, special person to me. അതിനുശേഷം ആ വ്യക്തി എന്റെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നു. And by going time that person become more close and more. കാരണം എന്റെ പക്കലുള്ളതെല്ലാം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെറുതായി 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 കൊടുക്കേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഞങ്ങളുടെ മധ്യത്തിലുള്ളത്. So by a small time we are like giving and we become like that close person. ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും ഇപ്പോൾ ലഭിക്കും എന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന ആശയോട് കൂടെയാണ് ഞാൻ ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന് സഹായിച്ചുകൊണ്ടിരുന്നത്. Whatever I have, I used to give small and in my mind that was by giving the small I will get my certificate back. ഒരിക്കൽ ഞാൻ അറിയാനിടയായി, അദ്ദേഹം പനിച്ച റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു. തന്റെ ഭാര്യ, തന്റെ മക്കൾ എല്ലാവരും തന്നെ ഇട്ടിട്ട് അവർ ബ്രിട്ടീഷുകാരാണ്, അവർ ബ്രിട്ടനിലേക്ക് തിരിച്ചുപോയി എന്ന്. And so one day I saw that the person is got serious sick and his wife and his children was not with him. ഞാനൊരു സോളാർ പവറിന്റെ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഏതോ ഒരു വലിയ നഷ്ടം സംഭവിച്ചതിനാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട്, അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് റദ്ദ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. He was a person who is working under the solar power, so he lost all the money and all, and government banned all the accounts and all. അപ്പോൾ ഈ വിഷയം ആരോട് പറയണം, ആരാണ് ഇതിന് പരിഹാരം എന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. So that time I was like, to whom I will share this thing, and I was confused with that.
ഞാൻ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു, ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു, പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരിടത്തും ഞാൻ തോറ്റുപോയ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. That time I used to say to God that many times I used to pray but I got the failures. അറിയാത്ത കാര്യം പോലും നോക്കി കണ്ട് ചെയ്യുമ്പോൾ അത് അറിഞ്ഞവനെ പോലെ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. Even though something that I don't know, but God enabled me to do that. I think know that thing. എന്റെ മനസ്സിന്റെ ചോദ്യം ഇതാണ്, പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഞാൻ ആ പൂജ്യത്തിലേക്ക് കടന്നു വന്നു? So in my mind that question came, that why I came in that zero level. പലവിധമായ ചിന്തകൾ പലവട്ടം ഞാൻ ആലോചിച്ചു, ഇതെങ്ങനെ പരിഹാരം എങ്ങനെ, കാരണം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുകയില്ല എന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. So by that time I used to think what I will do the next, because I have the, so I used to see that person. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹം ഒരു ദേഷ്യമായി തീരുവാനിടയായി, കാരണം ഈ കാര്യം റിപ്പീറ്റ് ആയിട്ട് വന്നു വരുന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാത്ത അവസ്ഥയായി തീർന്നു. So by that time I can say that even though we have a special relation with that person, but time passes, I want that there will be no anger with that person. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം വേണം, കാരണം ഇനി നമ്മുടെ മധ്യത്തിൽ ആ സ്നേഹമില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടായത് നമ്മുടെ ഈ സ്നേഹം, ഫ്രണ്ട്ഷിപ്പ് കാരണമാണ്. So I told to that person, because of our friendship many of the things I lost, but I don't want to end this friendship in an angerness. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറമുള്ള സോളമൻ എന്ന് പറഞ്ഞ സാറിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കാലിന് വയ്യ, അതുകൊണ്ട് നീ എന്റെ കൂടെ നിന്ന് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, എന്റെ വണ്ടി നീ ഓടിക്കണം, സ്കൂളിന്റെ മേൽനോട്ടം നടത്തണം. അദ്ദേഹം എന്നോട് വന്ന് പറയാനിടയായി. So that time near to my home, that one pastor was there, Solomon. So he used to tell me, you have to take care of my school and you have to drive my car and you have to be assistant to my work. ആ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണ് ഇവിടുന്ന് പ്രിയപ്പെട്ട ഡാനിയൽ സാർ, സാം സാർ പറഞ്ഞ് കേട്ട് ഇവിടെ ഡയറക്ടർ ഡാനിയൽ സാർ എന്നെ വിളിച്ചത്. So when I was assisting them, that time only I got a call from Daniel sir. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണ്, ഞാൻ വേണ്ടാന്ന് വെച്ചൊരു കാര്യമാണ്, കേരളത്തിലേക്ക് വരണ്ട എന്ന് കൂടി ഞാൻ തീരുമാനിച്ചതാണ്. So that time I was very convinced that I won't go for the I don't want to go for the Kerala. അങ്ങനെ 3 വർഷം മുമ്പ് പ്രാർത്ഥിച്ച പല വിഷയങ്ങളെയും മറന്നു കളഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, കാരണം അത് നടക്കാൻ പോകത്തില്ല എന്നെനിക്ക് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. Because before 3 years when I came over here, many of the things I prayed and I know that it won't going to happen. എവിടെയോ ഒരു മങ്ങിയ പ്രാർത്ഥന വിഷയം ഉണ്ടായിരുന്നു, അപ്പച്ചനെ അമ്മച്ചിയെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. So there was one prayer in my mind that somehow I have to bring my family. പക്ഷേ ഞാൻ ഒരിക്കലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. But I never prayed for that. ഞാൻ എന്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കണമെന്ന കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. I never prayed for any marriage. കാരണം എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഞാനായിട്ട് എന്തെങ്കിലും തുടങ്ങിയാൽ ദൈവമായിട്ട് തടച്ചു കളയുന്നു. Because through my experience I experienced that what are the things I will plan if God want going to establish. പക്ഷേ വേറൊരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്, ഞാൻ നിരച്ചതിനും അപ്പുറം എന്തൊക്കെയോ ദൈവം എന്റെ ജീവിതത്തിൽ നന്മകൾ നൽകി തന്നിട്ടുമുണ്ട്. But many times more than expected God did in my life. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഇതിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. Today God enabled me to share my testimony. അങ്ങനെ ആ പൈസയുടെ വിഷയത്താൽ വിഷമിച്ച് ഞാൻ ഇവിടെ കടന്നു വരുന്നു. എല്ലാം കഴിഞ്ഞ് ആദ്യ ക്ലാസ് എടുത്ത് 7ാം ദിവസം ഞാൻ ക്ലാസ് നമ്പർ 1ൽ നിൽക്കുമ്പോൾ, So when I came here I was going through that struggle about that money matters. എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. During that time in my phone one message came. 30,000 rupees ഒരാൾ അയച്ചിരിക്കുന്നു. So somebody credited 30,000 rupees in my അതിന്റെ അടിയിൽ കുറിപ്പ് എങ്ങനെയാണ്, ബ്രദർ, in that under that one caption was there. എന്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിലും കാണും. That caption was like that, if God is giving anything in my life I will share with you. അത് വേറെ ആരുമല്ല, അന്ന് എന്നെ പറ്റിച്ചു എന്ന് വിചാരിച്ച സുഹൃത്ത് എനിക്ക് അയച്ച മെസ്സേജ് ആയിരുന്നു. So that is none other than that is a friend once I was helped, that is a person give this message. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം ചില കാര്യത്തിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യിക്കുവാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരുത്തിയതാണ്. So through that I learned that God through that I experienced that God is doing something, even though I went through the loss, but there is a purpose behind that. ശൗലിനോട് തന്റെ പിതാവ് ഒരു കാര്യം പറയുകയുണ്ടായി. To Shaul, to his father said one thing. തന്റെ കഴുതകൾ കാണാനായിരിക്കുന്നു, അതിനെ അന്വേഷിച്ചാണ് താൻ ഇറങ്ങിയത്. We know that the story of Shaul, he went in the search of the donkey. തന്റെ
ബ്രദർ ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. He is born in the Benjamin tribe. തന്നെക്കുറിച്ച് വളരെ സുന്ദരൻ, ഹാൻസം, അങ്ങനെ വളരെ ഡിസ്ക്രിപ്ഷൻ, വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. We know that scripture tells about the Shaul. He was a handsome man. അവൻ 4-ാം വചനത്തിൽ താൻ എഫ്രൈം പട്ടണത്തിലെത്തി. In the passage we read in that 4th verse, we can see that he reached in the place താൻ of ശലിശ എന്ന പട്ടണത്തിലെത്തി. he reached in the place of Salisha. ശാലിം എന്ന പട്ടണത്തിലെത്തി. Shali, in the place he came in the place of Shali. ബെഞ്ചമിൻ എന്ന ദേശത്ത് താൻ കടന്നു വന്നു. He came in the place of Benjamin. സൂപ്പ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ താൻ തന്റെ ഭൃത്യനോട് പറഞ്ഞു, ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല, തിരിച്ചു വീട്ടിലേക്ക് പോകാം. When he came to the place of Cush, the servant said, no need to research because it is not here. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനി നമ്മൾ തിരിച്ചു ചെന്നില്ലെങ്കിൽ പിതാവ് എന്നെ കുറിച്ച് വിചാരിച്ച് വിഷമിക്കേണ്ട അവസ്ഥയാകും. He said that if I will go back, that my father will be he will be sad. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനി നമ്മൾ തിരിച്ചു പോയില്ലെങ്കിൽ എന്റെ പിതാവ് എന്നെ കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട അവസ്ഥ വരും. He said that if I will go back, my father will be upset. ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക കാര്യങ്ങളെ അറിയിച്ചിരുന്നത് അവരുടെ മൃഗസമ്പത്ത് എങ്ങനെയുണ്ട് അതിന്റെ ഒരു അർത്ഥത്തിലായിരുന്നു. So in history we can see that it is tell about the background about how many of the cattle over there. ഇപ്പോൾ കഴുതയെ കാണാനായിട്ടുള്ളൂ, ഈ മകനെയും കൂടെ നഷ്ടപ്പെടുത്തേണ്ട, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. So he thought that if he lost donkey, so he don't want to lose his son. പക്ഷേ ആ ശിഷ്യൻ തന്റെ പേരോട് എഴുതിയിട്ടില്ല. തന്റെ ഭൃത്യൻ ശൗലോട് ഒരു കാര്യം പറഞ്ഞു, ഈ ദേശത്ത് നീ ചെന്ന് കാണേണ്ട ഒരു പ്രവാചകനുണ്ട്, ഒരു വ്യക്തിയുണ്ട്. So the servant told that you have to meet one prophet in this place. ഞാൻ ഇവിടെ ഇന്റർവ്യൂ കടന്നതിന് ശേഷം ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്ന് മനസ്സിലുണ്ടായിരുന്നത്, അവിടത്തെ സോളമൻ സാറിനോട് ഞാൻ എങ്ങനെ നോ എന്ന് പറയും, ഇവിടത്തെ സാറിനോട് എങ്ങനെ യെസ് എന്ന് പറയുന്നതാണ്. So when I came here for the interview, I was in my mind it was how I can say no to that Solomon person, how can he say. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ വീട്ടിൽ ചെന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് ഞങ്ങളുടെ മതിലിന്റെ അടുത്തേക്ക് നടന്നു വന്നു. So when I went home that time, he came to my home and said, അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം വിളിച്ചവനെ ഞാനായിട്ട് എങ്ങും നിർത്തുന്നില്ല, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞു. he said that the God one who called, I don't want to be called, so tomorrow onwards no need to come. എന്റെ മനസ്സിലുള്ള ഒരു കാര്യത്തിന്റെ ഉത്തരവും അതെനിക്ക് ലഭിച്ചു, പക്ഷേ എനിക്കിത് ചെയ്യണ്ട എന്നുള്ള വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നു. So I got the answer for that moment, but other side I don't want to do also. ആരെങ്കിലും ഒരു കാര്യം നമ്മളോട് നോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊരു കാര്യമില്ല, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. മനസ്സോടെ ഞാൻ വീടിന്റെ അകത്ത് കയറി. So even though if somebody will say oh no, it will be later, so but even though I got hear the no, but I went home. ഇപ്പോൾ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ബൈബിള് അന്നാണ് ഞാൻ ഈ ബൈബിള് വീണ്ടും പൊടി തട്ടിയെടുത്ത് വീണ്ടും ഞാൻ വായിച്ചത്. So that time only the Bible that was in my hand, I was just I removed the dust and I took and I ഇങ്ങോട്ട് വരണ്ട എന്നുകൊണ്ട്, അവിടെ നിൽക്കണമെന്നുമുണ്ട്, പക്ഷെ അവിടെ നിർത്താനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടവുമില്ല. So even though I want to come here and that person don't want to allow me to be there. അപ്പൊ ഞാൻ ആലോചിച്ചു, ദേവിനി എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാ വാതിലുകളും വീണ്ടും അടഞ്ഞിരിക്കുന്നു. ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത വാതിലാണ്. So that time I thought that what I will do the next, one door was open and I don't want to go over there and I want to be stay back over there. അന്ന് എന്റെ ജീവിതത്തിൽ ഇവിടെ ശിഷ്യന്റെ സ്ഥാനം എങ്ങനെയാണോ അങ്ങനെ രണ്ടുപേര് എന്റെ ജീവിതത്തിൽ വന്നു. So same way in the passage we read about the servant, the same the disciple, the same two disciples when I came. എന്നുവെച്ചാൽ ഞാൻ നിർത്താം വേണ്ട എന്ന് വിചാരിച്ച സമയത്ത് രണ്ടുപേരുടെ വാക്കുകൾ എനിക്ക് ധൈര്യം നൽകി. Even though I don't want to be continue over here, but two persons got encouraged me. അതിലൊരു വ്യക്തിയാണ് കല്യാണത്തിന് അന്ന് മെയിൻ സന്ദേശം നൽകി തന്നത്. So that is the one person that we can know on my marriage, the one person who gave the അദ്ദേഹം ആരെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഫോൺ കോളിൽ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത്. So I don't know about that pastor, but through the phone calls only I know him. രണ്ടാമത്തെ വ്യക്തി ഇവിടെ ആദ്യ കാലങ്ങളിൽ പഠിപ്പിക്കാൻ കടന്നു വരുന്ന പ്രിൻസ് തോമസ് ആണ്. And another person was the Prince Thomas, who was in the beginning he was came here for teaching. അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. The Prince person only told me to come over. അവരെന്നോട് പറഞ്ഞത്, ബ്രദർ ഇത് നിന്നെക്കൊണ്ട് സാധിക്കും, ദൈവമായിട്ട് തുറന്നൊരു വാതിലാണ്, അതുകൊണ്ട് നീ ഇത് ഏറ്റെടുക്കുക, യേശു പറഞ്ഞു അവിടെ കടന്നു ചെല്ലുക എന്ന് പറഞ്ഞു. So that time the pastor encouraged me and said it is the God only open the way. അങ്ങനെ Go and say yes and go. അങ്ങനെ ഞാൻ ഇവിടെ കടന്നു വന്നു. So like I came over here. പല സമയത്തും എന്റെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്,
ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. ചില തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടതാണെങ്കിൽ അത് ജീവിതത്തിൽ ഒറ്റയ്ക്ക് ദൈവത്തോട് കൂടി എടുക്കേണ്ടതാണ്. So God made me to realize that some decisions we need to take alone, some work we need to do alone. പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു, എന്റേതായ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. So that time I realized that time I in my mind I thought that I will never pray for any of the things that belongs to the personal matter. ഭക്ഷണമുണ്ട്, നല്ല താമസസ്ഥലമുണ്ട്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, എന്തെങ്കിലും സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ അവസ്ഥകൾ വന്നാൽ താങ്ങി നിർത്തുവാൻ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. So I have a good place, good food I have, that people going, even though in my sad time that people will be encouraged. കൂടെ നിന്ന പലരും കല്യാണം കഴിച്ചു പോയപ്പോൾ എന്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുറെ പേര് എന്റെ മുന്നിൽ എനിക്ക് കാണുവാനിടയായി. So many of the friends who got married, and there are many of the people who was praying for my marriage. അങ്ങനെ ഞാൻ എന്റേതായ വിഷയങ്ങൾക്ക് വേണ്ടി അധികം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഇരുന്നിട്ടില്ല, സത്യമാണ്. So that is the truth that I never prayed for my personal marriage. അപ്പോൾ ശൗലിന്റെ ആ ശിഷ്യൻ ഭൃത്യൻ തന്നോട് പറഞ്ഞു, നീ കാണേണ്ട ഒരു വ്യക്തിയുണ്ട് ഈ നഗരത്തിൽ, അദ്ദേഹത്തിന്റെ അടുക്കൽ നീ കടന്നു ചെല്ലണം. So we can read the passage we read in that we can see that one disciple is telling to Shaul that there is in this place there is one prophet. അപ്പോൾ 7-ാം വചനത്തിൽ 9-ാം അധ്യായം 7-ാം വചനത്തിൽ ശൗൽ പറഞ്ഞത്, അദ്ദേഹത്തിന് കൊടുക്കുവാൻ എന്റെ അടുത്ത് ഒന്നുമില്ല. So in the ninth chapter verse 7 it says that but for that person if you are going to meet I don't have anything to give to you. അപ്പോൾ ശിഷ്യൻ പറഞ്ഞത്, എനിക്ക് ലഭിച്ച ചില നന്മകൾ എന്റെ ജീവിതത്തിലുണ്ട്, അത് ഞാൻ നൽകി തരാം. പക്ഷേ നിങ്ങൾ പോയി, ശൗലോട് പറഞ്ഞത്, നമുക്ക് പോയി അദ്ദേഹത്തെ കാണാം. So he to that disciple told to him that some blessings I have I will give that to you but we will go and meet that person. ആ കാര്യം ശൗലിനെ വളരെ ശക്തിപ്പെടുത്തി. അതാണ് 5-ാം വചനത്തിൽ പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് തിരിച്ച് പുറകോട്ട് പോകാം. So that verse encouraged Shaul over there. അതിന്റെ 5-ാം വചനത്തിൽ പറയുന്നത് നമുക്ക് തിരിച്ച് പുറകോട്ട് പോകാം. So that time in the verse 5 he said we will go back. 10-ാം വചനത്തിൽ പറയുന്നത് നമുക്ക് പോയി ആ ദേവദാസനെ കാണാം. So in the 10th verse he said that we will go and meet that prophet. അങ്ങനെ ശമൂവേലിന്റെ മുന്നിൽ വന്ന് ശൗൽ നിൽക്കുമ്പോൾ ശൗലിനോട് ദൈവം സംസാരിച്ചിരുന്നു. ഒരു ദിവസം മുന്നമേ ശൗലിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞിരുന്നു. So we can see that the prophet Shamuel is telling to Shaul that, and before that night also God is telling to Shamuel. താൻ തന്റെ കഴുത്ത് എവിടെ അതിനുവേണ്ടി വ്യാകുലപ്പെടുന്നു ഇനിയൊന്നും സംസാരിച്ചില്ല. പക്ഷേ He didn't share that he was searching in search of the donkey. അതിന് 20-ാം വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ശൗലിനോട് പറഞ്ഞത്, നീ അന്വേഷിച്ച് നടന്നിരുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. That time Shamuel was telling to Shaul, what is your in what search you came that was found. അതിന് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നിന്നെ അന്വേഷിക്കുന്നവനെ കണ്ടെത്തുവാനായിട്ടാണ് നീ എന്റെ അടുത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. So it is we can say that in what search of you came here that was founded. 9-ാം അധ്യായം 21-ാം വചനത്തിൽ ശൗല പറയുന്നു, എന്റെ ഗോത്രം ഇതിന് ഒത്ത ഗോത്രമല്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല, പല കാര്യങ്ങളും ശൗൽ പറയുന്നുണ്ട്. So in the downside verses we can say Shaul was telling that I can't do this. 22-ാം വചനം പോലെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, In 22 verse it is അവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരെ അവിടെ സ്വാഗതം ചെയ്ത ഒരു സന്ദർഭമാണ് നാം കാണുവാൻ സാധിക്കുന്നത്. in that verse we can see that people are gathering for the celebrations. പ്രാർത്ഥിച്ചത്, അന്വേഷിച്ചത് തന്റെ അപ്പന്റെ കഴുതുകളെ കണ്ടുകിട്ടുവാൻ വേണ്ടിയാണ്. He prayed and he went in search of the donkey. പക്ഷേ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് താൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു മേശയുടെ അരികിലാണ് താൻ എത്തിപ്പെട്ടിരിക്കുന്നത്. So but Shaul came, he never expected in the presence of that table. 21-ാം സങ്കീർത്തനത്തിൽ കാര്യം പറയുന്നു, നമുക്ക് വേണ്ടി മേശ ഒരുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നല്ല ഇടയനാണ്. In Psalm 23 we can see that in the presence of the enemies. അതിന് 24-ാം കുറിവാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. We will read. വെപ്പുകാരൻ കൈക്കുറവും അതിന്മേലുള്ളതും കൊണ്ടുവന്ന് ശൗലിന്റെ മുമ്പിൽ വച്ചു. നിനക്കായി സൂക്ഷിച്ചു മതി, വെച്ചിരിക്കുന്ന നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്, ഇത് തിന്നുകൊള്ളുക. താൻ ഒരിക്കലും വിചാരിച്ച കാര്യമല്ല തന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഈ വലിയൊരു മാറ്റത്തെ കുറിച്ച്. He never expected that God is going to bring a change in his life. പക്ഷേ താൻ ഇപ്പോൾ ഇരിക്കുന്ന മേശ താൻ നിരച്ചതിനപ്പുറം ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്, തന്നെക്കാൾ വലിയ പ്രഭുക്കന്മാരുടെ കൂടെയാണ് താൻ ഇരിക്കുന്നത്. But when he came in the presence of the table, when he came in the presence of the table, that was we can see that it is full of the guests and the celebration. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് because it was kept for you, നിനക്ക് വേണ്ടി ആണ് ഇത് വെച്ചിരുന്നത്. So it is in the clearly in the English version it is kept
നിനക്ക് വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ആ തക്ക സമയത്ത് നീ കഴിക്കേണ്ട ചില ഗസ്റ്റുകളുണ്ട്, അവരോട് കൂടെ ഇരുന്ന് കഴിക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് നിനക്ക് വേണ്ടി മാറ്റി സൂക്ഷിച്ചു വെച്ചിരുന്നത്. In that verse it says that see what was kept set before you, eat because it was kept for you. അപ്പോൾ നാം കാണാൻ സാധിക്കുന്നത് താൻ തേടി ഇറങ്ങിയത് വേറെന്തോ തന്റെ ഭവനത്തിന്റെ എന്തോ നന്മകളെ കാണാൻ പോയ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ ദൈവം തന്നെ കുറിച്ച് ചിന്തിച്ചത്, താൻ അറിഞ്ഞതും താൻ അതിനെ രുചിച്ചറിഞ്ഞതും ഈ 22 എന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോഴാണ്. We know that Saul went in search of donkeys, but God's plan and purpose was different in his life. താൻ അത് കഴിച്ചു, താൻ അവിടെ നിന്ന് തിരിച്ചു വരുവാനിടയായി. He ate with them and he came back. ശമൂവേൽ തന്നോട് പറഞ്ഞു, നിൽക്കുക, നിന്നോട് ഒരു കാര്യം കൂടെ പറയുവാനായിട്ടുണ്ട്. Samuel said to Saul that wait, I want to say something to you. 10-ാം അധ്യായം 1-ാം വചനത്തിൽ വായിക്കുന്നത്, അവനെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിട്ട് തൈലം പൂശി അഭിഷേകം ചെയ്യുന്നതായിട്ടാണ്. താൻ ഇപ്പോൾ കേൾക്കുന്നത്, താൻ ചെയ്യുവാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ ആയിരിക്കുന്നത് ഒരിക്കൽ താൻ നിലച്ച സ്ഥലമോ അവസ്ഥയോ സന്ദർഭമല്ല. ഇവിടെ നാം കാണാൻ സാധിക്കുന്നത്, ദൈവം നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുമ്പോൾ മുന്നോട്ടുള്ള ചില അടയാളങ്ങൾ അതിനുവേണ്ടി നമ്മളെ വീണ്ടും 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 ഒരുക്കുന്നതായിരിക്കും. ആ അടയാളങ്ങൾ അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മുന്നോട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണം ഇല്ലെങ്കിൽ യെസ് എന്ന് പറയുമ്പോൾ അതിനെ പൂർത്തിയോടെ വേണം ഇല്ലെങ്കിൽ യെസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. 10:2 അതിന്റെ ആദ്യത്തെ അടയാളം ഇതാണ്, അവൻ തേടിയിറങ്ങിയതിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് തന്റെ മുൻപാകെ വന്നവർ തന്നോട് പറഞ്ഞു. അതിന്റെ രണ്ടാമത്തെ കാര്യം, തനിക്ക് വേണ്ടുന്ന അപ്പം ഒരു കൂട്ടർ അവരെ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ 8-ാം വചനത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, 6-ാം വചനത്തിൽ എത്തുമ്പോൾ നമ്മൾ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വരുമ്പോൾ നീ ആള് മാറിയവനെ പോലെ ആകും. 9-ാം വചനങ്ങൾ വായിക്കുമ്പോൾ താൻ ആള് മാറിയവനെ പോലെ ആയി. പലരും ചോദിച്ചു, ഈ കിഷിന്റെ മകന് എന്തു പറ്റി? അപ്പോൾ ദൈവം ശൗലിന്റെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന ഓരോ അടയാളങ്ങളും ഓരോ നന്മകളും വെച്ച് നോക്കിയാൽ ദൈവം പറയുന്നത് പോലെ തന്നെ നിവർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അന്വേഷിച്ചിറങ്ങിയത് അപ്പന്റെ കഴുതകളെയായിരുന്നു. എത്തി നിൽക്കുന്നത് ഒരു വലിയ സമൂഹത്തെ നയിക്കുവാനായിട്ടുള്ള സ്ഥാനത്താണ്. പക്ഷേ ഈ സ്ഥാനം കൊടുക്കുമ്പോൾ അതിന്റെ 8-ാം വചനത്തിൽ ഒരു കമാൻഡ്മെന്റ്, ഒരു കണ്ടീഷൻ കൂടെ ആണ് ദൈവം കൊടുത്തത്. പറയുമ്പോൾ 2 വശം പറയാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സ്വയമായ ചിന്തകൾ വീണ്ടും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ അരികിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൂരത്ത് പോകുന്ന അവസ്ഥയും കൂടെ ഉണ്ടാകും. അത് പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. കാരണം ദൈവം വിളിച്ചു വേദനിച്ചപ്പോൾ പറഞ്ഞത്, ഇനി നീ ആത്മാക്കൾക്ക് വേണ്ടിയാണ് ചിന്തിക്കേണ്ടത്. നിന്നിലേക്ക് വന്ന ഈ രക്ഷ നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാകുന്നു. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, തന്നെ അവിടെ ആ പ്രവാചകന്റെ വീട്ടിലേക്ക് കയ്യിലുള്ളതെല്ലാം എടുത്തു കൊടുത്ത് നടത്തിയ ആ ശിഷ്യൻ എന്ത് പറ്റി? 9:27 പറഞ്ഞിരിക്കുന്നു, ആ ശിഷ്യനോട് മുന്നേ നടന്നു പോകാൻ പറഞ്ഞു. മത്തായി 20:21 വചനം പറയുന്നു, മനുഷ്യപുത്രൻ വന്നത് എന്തിനു വേണ്ടിയാണ്? മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാം വചനം. അപ്പോൾ ഈ ശിഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ
വേണ്ടുന്ന കാര്യം തക്ക സമയത്ത് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം താൻ ആ സീരിയൽ പിന്നെയില്ല. We know that when the disciple is giving a suggestion to them, to that Shaul, after that he was not there. ഇനി ശൗൽ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുക, പ്രവർത്തിക്കുക, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുക. Now what is the job for the Shaul? He has to listen to God's word and go. തന്റെ കുടുംബക്കാരുടെ മുന്നിൽ, തന്റെ കൂട്ടുകാരുടെ മുന്നിൽ ഇപ്പോൾ താൻ ആ പഴയ വ്യക്തിയല്ല. But now Shaul was not like a same. അതുകൊണ്ടാണ് അതിന്റെ 11-ാം വചനത്തിൽ അവർ ചോദിക്കുന്നത്, ഈ കിഷിന്റെ മകൻ ഇപ്പോൾ എന്ത് പറ്റി? അവൻ പ്രവാചകനല്ലായിരുന്നു, എങ്കിലും അവനിപ്പോൾ പ്രവചിച്ച് ഞങ്ങൾ കാണുന്നു. So the people are asking what happened to this Kish son. Before he was not a prophet, but what now happened? ഈ വചനം പഠിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിച്ചൊരു കാര്യമുണ്ട്. So when I was reading this passage, what I learned from the അന്വേഷിച്ചിറങ്ങിയിട്ട് മറന്നു കളഞ്ഞ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ കാണാം. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാണ്ട് വന്നപ്പോൾ വിട്ടുകളഞ്ഞ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ കാണാം. So we can know that in my life or your life there will be something that we are praying, and when we got not answer from the Lord, we used to forget that prayer. കല്യാണം വിളിക്കാനായിട്ട് ഓരോ കുടുംബത്തിൽ കടന്നുപോയപ്പോൾ എന്നെ വളരെയധികം ദുഃഖിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ മകൻ ആഗ്രഹിക്കുന്നു. So when I went for inviting my relatives for my marriage, that time what happened I will share with you. വലിയ വീടുകളുള്ളവരുണ്ട്, വിദേശത്ത് മക്കൾ ജോലി ചെയ്യുന്നവരുണ്ട്. There are many people who is doing a job abroad and studying abroad. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഇന്ന വിഷയമുണ്ട്, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. So that time they used to tell me, I will share this matter, you have to pray for this. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നൽകി തരുമ്പോൾ അത് ലഭിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കടമയും കൂടെയാണ് എനിക്ക് നിങ്ങൾക്ക് ദൈവം നൽകി തരുന്നത്. God is giving a responsibility that we need to be prayed for others. പല മാതാവും പിതാവും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എന്റെ മകൻ ഇല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച ശേഷം ഇവിടെ നിന്ന് കടന്നു പോകണം. There are many parents used to tell me that you just pray for this matter. പലരും പറഞ്ഞു, ഞങ്ങൾ പലവിധമായ ചിന്തകളിലായിരിക്കുന്നു നടത്തി കാണുവാനായിട്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. They used to tell me, used to think about this matter, it would be happen, but it won't happen. അതിലാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഏതെങ്കിലും വാതിൽ നമ്മുടെ സ്വന്തം ജ്ഞാനത്താൽ തുറന്നാൽ അത് നമ്മൾ വീണ്ടും പടുകുഴിയിലേക്ക് വീഴ്ത്തുന്നതായിരിക്കും. So I want to share that what all the things, what all the plans we are planning, it won't lead to the something. ഞാൻ നിങ്ങളോ പ്രാർത്ഥിച്ച ഉത്തരം ലഭിക്കാത്തത് കാരണം മറന്നുപോയ പ്രാർത്ഥന വിഷയങ്ങളുണ്ടായിരിക്കും. There are many prayers we used to pray, and when we got answered, but we used to forget the prayer. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ദുഃഖം വന്ന് നമ്മുടെ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. There will be time when we won't get the answer for the prayer which we prayed, we will be get upset for that. അവിടെ ചോദ്യം ഇതാണ്, വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന്. So there will be question where our faith was placed. തേടി ഇറങ്ങിയത് അപ്പന്റെ കഴുതകളെയാണ്, പക്ഷെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വേറൊരു സ്ഥാനത്താണ്. Saul went in search of donkeys, but now he was in another. തിരിച്ചു പോകാമെന്ന് വിചാരിച്ച അവസ്ഥയാണ്, പക്ഷെ ഇപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയാത്തൊരു അവസ്ഥയും കൂടെയുണ്ട്. He thought that he will go back, but now he is in the position he won't go back. കാരണം ദൈവമാണ് തന്നെ ഈ പ്രവൃത്തി ഇല്ലെങ്കിൽ തനിക്ക് ഈ സ്ഥാനം നൽകി കൊടുത്തതെന്ന അടയാളങ്ങളാൽ തനിക്ക് അതിനെ സ്ഥാപിച്ച് അതിനെ ഒന്നും കൂടെ ഉറപ്പിച്ചു കൊടുത്തിരിക്കുന്നു. So that is the God only established that signs in front of Saul. അപ്പോൾ ഈ വചനഭാഗത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇന്നത്തെ സന്ദർഭത്തിൽ ഞാൻ ഒരു ചെറിയ സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I just want to share a small thought from ആരാണ് എന്നെ വിളിച്ചത്, ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്, ഇല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി എന്നുള്ള വിശ്വാസം, ആ ഒരു ചിന്ത, we need to be a faith, the one who called and for what purpose we came. ആ ചിന്തയുടെ ഉപരി ഒരു വിശ്വാസം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ For what purpose, to whom called us, and for what purpose, that faith will be in us, will be. യോനയുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ താൻ പോകേണ്ട സ്ഥലത്തേക്ക് താൻ പോയില്ല. താൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തർശീശിലേക്ക് താൻ പോയപ്പോൾ താൻ കൂലി കൊടുത്താണ് താൻ പോകേണ്ടി വന്നത്. പക്ഷെ അവിടെ എത്തിച്ചേരുവാനായിട്ടും സാധിച്ചില്ല. We know the life of Jonah, for what purpose God called and what he did. He went other side of the. താൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കാരണം പോകാൻ നിന്നവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു സങ്കടത്തിൽ ദുഃഖത്തിന്റെ അവസ്ഥ കടന്നു വന്നു. So the God told to Jonah to went for the Nineveh, but he went to the Tarshish opposite, so that people also now get. അതിനൊന്നാം അധ്യായം 2-3 വചനത്തിൽ പറയുന്നത് താൻ തർശീശിലേക്ക് പോകുവാനായിട്ട് കൂലി കൊടുത്താണ് താൻ പോയത്. So we can see in the scripture we can read that when he went, Jonah went to Tarshish, he had to pay some
എടുക്കുന്ന ചിന്തകൾ ഇല്ലെങ്കിൽ വിചാരങ്ങൾക്ക് നമ്മൾ അതിൽ പലവിധമായ കൂലികൾ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. കഴുതെ തപ്പി ഇറങ്ങിയപ്പോൾ ഇത് ലഭിക്കുമെന്ന് ഒരാശയമില്ലായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന വ്യക്തിയാണ് ആദ്യമായി കണ്ട അടയാളം ഇതാണ്, കേട്ട അടയാളം ഇതാണ്. താൻ അന്വേഷിച്ചിറങ്ങിയത് അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ താൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ മുന്നോട്ടുണ്ട്. അങ്ങനെ മറന്നുപോയ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർക്കായി ചിന്തിച്ചാൽ, പ്രാർത്ഥനാ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ പേടി വന്ന് നിരാശ വരുന്ന അവസ്ഥയുള്ളവർക്കായി ഇതിനെല്ലാം അനുഭവിച്ചെടുത്ത വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു വചനം നിങ്ങൾക്ക് വേണ്ടി നൽകി തരാനായിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച കുറിഭാഗം തന്നെയാണ്, വചനം തന്നെയാണ്. ഒന്നുകൂടെ നമുക്ക് വചനം വായിക്കാം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വായിച്ചാൽ. പല പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നോ രണ്ടോ പേരുടെ മുമ്പിൽ മാത്രം ലഭിച്ചാൽ മതി എന്ന് വിചാരിച്ചായിരിക്കും ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചതും നിലച്ചതും. ദൈവം എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും അത് ലഭിച്ചാൽ മതി എന്നായിരിക്കും എന്റെ നിങ്ങളുടെ പ്രാർത്ഥന. പക്ഷെ ആ വചനഭാഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 24-ാം വചനം, അവിടെ ഉത്സവത്തിലുള്ള ഒരാൾക്കൂട്ടമുണ്ട്, അവരോട് കൂടെ ഇരുന്ന് ഭക്ഷിക്കുവാനായിട്ട് ചില നന്മകൾ അവന് വേണ്ടി അന്ന് അവിടെ ഒരുക്കി വെച്ചിരുന്നു. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ നമ്മൾ മറന്നു കളഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർക്കുമ്പോൾ പേടി വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് എന്റെ ജീവിതത്തിലാണോ സംഭവിച്ചത് എന്ന് നമ്മൾ അമ്പരന്ന് പോകുന്ന അവസ്ഥയിലായിരിക്കും ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ശൗലിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. താൻ തേടി ഇറങ്ങിയതിനല്ല താൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ പിതാവാൻ ദൈവം വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്ത് എന്നുള്ള സ്ഥലത്താണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മുടെ പിൻഭാഗം വരുമെന്ന് ആ നല്ല ഇടയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മാത്രം ചിന്തിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നാൽ മാത്രം മതി. കാരണം ഞാൻ ഒന്നിനെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഈ സന്ദേശം എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും പ്രാർത്ഥിച്ച് കളഞ്ഞ പല വിഷയങ്ങളുണ്ട്. വീണ്ടും ഓർത്ത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളുക. ഇതുവരെ അത്ഭുതകരമായി ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും വഴി നടത്തി. ഞാൻ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ദൈവം എനിക്ക് വേണ്ടി പലരെയും ഉയർത്തിക്കൊണ്ട് അവരുടെ തീരുമാനങ്ങളെ ഉറപ്പിച്ച് എന്നെ അറിയിച്ചു. ഇതിൽ കൂടുതൽ ഒരു നന്മ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടുവാനായിട്ടില്ല. എന്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്നായി നമ്മൾ പഠിച്ച വചനത്തിൽ നിന്ന് ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുടുംബകാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ഏത് വിധമായ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിലും
ഉത്തരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകരുത്. Don't go back and answer I didn't receive. ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തമായിട്ട് പലരിലൂടെയും നിങ്ങൾ എത്തിയിട്ടുണ്ട്. There are many times God spoke through the verses through many people. പിതാവാൻ ദൈവം എല്ലാം വെടിഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി വന്ന എല്ലാം അവന്റെ കയ്യിലുള്ളത് എല്ലാം നൽകി തന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. We can read in the Bible that God given all the things to us. എത്തിക്കേണ്ട സ്ഥലത്തായി എത്തിച്ചേരുവാൻ അവൻ നമ്മളെ ഉറപ്പായും അവസാനം വരെയും സഹായിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ നിങ്ങളുടെ മുൻപായി നടക്കുന്നവനാണ്. In what place we have to reach, God is already made a way and He will lead us to there. അവൻ നിങ്ങളുടെ മുൻപായി നടന്നുകൊണ്ട് എല്ലാ അടയാളങ്ങളും നിങ്ങളുടെ ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങളെ വഴി നടത്തിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കും. God will lead before us and He will take us and He will give us small signs. അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിന്റെ രത്നചുരുക്കം ചുരുക്കി പറഞ്ഞതാണ്, മറന്നുപോയ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ചിന്തിച്ചാൽ പേടി വരുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഓർത്തുകൊള്ളുക. അതിന്റെ നന്മ ലഭിക്കേണ്ടത് നിന്റെ കുടുംബത്തിൽ മാത്രമല്ല, ഉത്സവത്തിനുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത് നിന്നെ ദൈവം ആ മേശയുടെ അരികത്തേക്ക് വഴി നടത്തും. If you prayed for any of these things and if you don't get the answer, don't forget about that. God is going to make in front of the many people. He will going to answer. ആ മേശയുടെ അരികത്തേക്ക് എത്താൻ വലിയൊരു വ്യക്തിയുടെ ശബ്ദമല്ല അവിടെ ഉണ്ടായിരുന്നത്, തന്റെ ശിഷ്യന്റെ ശബ്ദമാണ് ശൗലിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. So we know that from the passage, the message we read about the Shaul, that the one disciple's word only made him to let over in that ceremony. അങ്ങനെ ഈ വചനത്തിൽ നിന്ന് പഠിക്കുവാനും അത് പഠിപ്പിക്കുമ്പോൾ സാക്ഷിയായി നിൽക്കുവാനും ദൈവം എന്നെ സഹായിച്ചു, എന്റെ കുടുംബത്തെ സഹായിച്ചു. Till now, God enabled me to stand for God and He enabled me and my family for that. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടച്ചുകൊണ്ട് ഈ വചനത്തിന് കീഴിൽ നമ്മളെ തന്നെ നമ്മൾ പറന്നുപോയ പേടിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളെ ഒന്നും കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ വചനത്തിന് കീഴിൽ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. Let's close our eyes and we will just look upon the prayers which we forget and we'll pray for that. നമ്മുടെ എല്ലാവർക്കും കണ്ണുകളെ അടച്ച് നമ്മളെ തന്നെ ഈ വചനത്തിന്റെ കീഴിൽ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോയ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കല്യാണത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ ജീവിതം, ഇല്ലെങ്കിൽ അവരുടെ ജോലി കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗതമായ ചില കാര്യങ്ങൾ മറന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് വേദനയാണ് ദൈവമേ എന്ന് ഓർക്കാതിരിക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ട് എങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കുറച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ചു എന്നുള്ള വിചാരത്തോടെ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ നന്ദി കർത്താവേ, ഇനി വചനത്തിൽ നിങ്ങൾ സംസാരിച്ചതിനായി. അങ്ങ് എല്ലാം വെടിഞ്ഞ അങ്ങേക്കുള്ളതെല്ലാം എനിക്ക് വേണ്ടി നൽകി തന്നു. എന്റെ ജീവിതത്തെ രക്ഷിപ്പാനായിട്ട്, എന്റെ ജീവിതത്തിൽ നന്മകൾ നൽകി തരുവാനായിട്ട് ഒരു സാക്ഷിയായി നിർത്തിയിരിക്കുന്നതിനായ സ്തോത്രമപ്പ. നിങ്ങൾ കണ്ണുകളെ അടച്ച് ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടിന്റെ ഒരു രണ്ട് വരികൾ നമുക്ക് പാടാം. നന്ദി നന്ദി എൻ യേശുവേ, നന്ദി എൻ യേശുവരാ.